രുദ്രം എന്ന് പറയുന്ന ഒരു മലയാള സിനിമ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടീസറാണ് ഇപ്പം ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ടർബോ എന്ന് പറയുന്ന സിനിമയുടെ ഒരു വില്ലൻ ഉണ്ടല്ലോ, രാജ്ബി ഷെട്ടി, അയാളാണ് ഇതിനകത്ത് നായകനായിട്ട് വരുന്നത്. പിന്നെ അപർണ ബാലമുരളിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടീസർ ഒന്ന് കണ്ടിട്ട് വരാം. വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉണ്ടല്ലോ കുറേ തേനീച്ചക്കൂടൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇയാളുടെ മെയിൻ ജോലി തേനീച്ചയൊക്കെ വളർത്തുക എന്നുള്ളതാണ്. ഇതുണ്ടോ ഇങ്ങനെ പ്രസ് ചെയ്ത് അടിക്കുന്നത്, അടുത്ത് കീടങ്ങളൊന്നും വരാതിരിക്കാനാ. രാജ്ബി ഷെട്ടി അല്ലേലും ഇവനൊരു സൈക്കോയാ. മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുക. അടിപൊളി ഒരു പട്ടി, സൂപ്പർ. കാണാൻ തന്നെ നല്ല ലുക്ക് ഉണ്ട് അവന്. അപർണയുടെ കൂടെ ആണല്ലോ കിടക്കുന്നത്. എന്തോ ക്രൈമൊക്കെ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ. തമിഴ്, കന്നഡ, മലയാളം. രുദ്രം. ഈ സിനിമയുടെ ടീസർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഒരു ക്രൈം ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സ്റ്റോറിയുള്ള സിനിമയാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു കെട്ടിടത്തിന്റെ അടിഭാഗത്ത് ഇങ്ങനെ അപർണ ബാലമുരളിയെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നുണ്ട്. അപർണയുടെ പട്ടിയാണോ എന്ന് അറിഞ്ഞില്ല, കൂടെ കിടന്നൊക്കെ ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്. പിന്നെ രാജ്ബി ഷെട്ടി അറിയാലോ, അയാൾ ടർബോല സിനിമയിലെ വില്ലൻ ആയതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു സ്റ്റോറി ആയിട്ട് കാണാം. കാര്യം കുറച്ച് എന്തെങ്കിലും തന്ത്രങ്ങളും ഒക്കെ ഉള്ളതായിരിക്കും. പിന്നെ അയാൾ തേനീച്ചയൊക്കെ വളർത്തുന്നുണ്ട്. ഇനി വിദേശത്താണോ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വയ്യ. അതുപോലെ ഒരു ബിൽഡിംഗ് ആണ് കാണുന്നത്. താഴെയും മുകളിലും ഒക്കെ ഉള്ള ഒരു വീടിന്റെ സ്ട്രക്ചറുള്ള ഒരു ബിൽഡിംഗ് ആണ് കാണുന്നത്. പിന്നെ ഇതിനകത്തുള്ള ആ പട്ടി ഉണ്ടല്ലോ, നല്ല സുന്ദരനായ ഒരു പട്ടിക്കുട്ടൻ. അപ്പൊ അതിനെ വെച്ചിട്ടൊക്കെ ഉള്ള ഒരു സ്റ്റോറി ആകുമ്പോൾ നമുക്കും കൂടെ ഒരു ത്രില്ലിംഗ് ആയിരിക്കും സിനിമ ഇറങ്ങുമ്പോൾ. എന്തായാലും നമുക്ക് തിയേറ്ററിൽ ഇറങ്ങുമ്പം കാണാം. ഈ ടീച്ചറിനെ കുറിച്ചിട്ട് നിങ്ങൾ കാണുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക. നമുക്ക് വീണ്ടും ഇതിന്റെ ട്രെയിലർ ഇറങ്ങുമ്പോൾ വീണ്ടും ഒന്നുകൂടെ കാണാം.